പറയുന്നത് നമ്മൾ ഇന്ന് കോവയ്ക്ക നടാൻ പോവുകയാണ്. ഇത് എൻ്റെ ബാൽക്കണി ഗാർഡൻ ആണ്. നിങ്ങൾ അന്നത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണാത്തവർ പോയി കാണുക. ഗൈസ്, ഇതാണ് നമ്മളെ കോവയ്ക്ക തൈ. ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഇത്രയും പടർപ്പില്ലായിരുന്നു. നമ്മളിവിടെ വന്ന് കുറച്ച് കൃഷി ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും വളർന്നത്. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മണ്ണ് മേടിച്ചുകൊണ്ടാണ് ഇത് നടാൻ പോകുന്നത്. നമ്മൾ ആദ്യം മണ്ണ് ചട്ടിയിലോട്ടാക്കി ഈ കോവയ്ക്കകത്തായി നടാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ മണ്ണാവാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഈ കറുത്ത കവർ ഇവിടെ വിരിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ മേടിച്ച മണ്ണ്. ഈ മണ്ണ് നമുക്ക് ഈ ചട്ടിയിലാണ് നിറയ്ക്കേണ്ടത്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് കോരി എടുക്കാനുള്ളതിന് നമ്മൾ വെക്കും. ഗൈസ്, ഇനി നമുക്ക് മണ്ണ് ഇതിലോട്ട് നിറച്ചു കൊടുക്കാമേ. ഗൈസ്, അപ്പം നമ്മൾ മണ്ണ് ഇതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം ഞാനിത് ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മണ്ണ് നിറച്ച് വെച്ച ചട്ടിയിൽ നമുക്ക് നടാം. നമ്മളടുത്ത് ഒരു തൈയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇതും കൂടെ ഇതിലോട്ട് നടാൻ പോവുകയാണ്. ഗൈസ്, അപ്പം ഞാൻ ഇത് 2 എണ്ണം ഇതിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോവയ്ക്ക തൈ? സൂപ്പറായിട്ടില്ലേ? ഗൈസ്, അപ്പം നമ്മൾ ഇതിനെ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരിടത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഭംഗി കാണും. ഈ ചെടികളോടൊക്കെ ഇരിക്കുമ്പോൾ ഇത് നല്ല ഭംഗി കാണും. അപ്പം നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കുറച്ച് ചെടിയൊക്കെ നടാനുണ്ട്. അപ്പം ഗൈസ്, നമ്മൾ ഈ കോവയ്ക്ക തൈ മേടിച്ച സമയത്ത് കുറച്ച് പൂവും കൂടെ മേടിച്ചായിരുന്നു. എല്ലാം സെയിം തന്നെയാണ്. അപ്പം നമ്മൾ ആ പാവം പൂവിനെയും കൂടെ നട്ടിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ചത്. ബാ ഗൈസ്, നമുക്ക് മണ്ണിടാം. ഗൈസ്, പിന്നെ ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ അടിയിൽ വെക്കുന്ന സാധനമാണ് അടിച്ചട്ടി. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലോട്ട് അങ്ങ് വീണോളും. നമ്മൾ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ തറയിലൊക്കെ സ്പ്രെഡായി അഴുക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ എടുത്തത്. ഇവിടെയൊക്കെ നമ്മൾ പിടിപ്പിച്ച് കൊണ്ടുവരുന്നതൊക്കെ വളരെ നല്ല പാടാണ് ഗൈസ്. ടൈം എടുത്ത് ഇതൊക്കെ വളരും. കൊള്ളാമോ? ഓക്കെ, ഇട്ടോ. ഇടുന്നാ ഇട്ടോ. ഗൈസ്, അപ്പം എൻ്റെ അനിയൻകുട്ടനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടെ ഞാനും ഒന്ന് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മൾ ഇട്ടിട്ട് കുറച്ച് ഏകദേശം നിറയാറായി. ഇനി നമുക്ക് കുറച്ചും കൂടി ഇട്ടാൽ മതി.
നിങ്ങൾ അപ്പോഴത്തേക്കും എൻ്റെ ഗാർഡനൊക്കെ കണ്ടോളൂ. ഇതാണ് ഗൈസ് എൻ്റെ ബാൽക്കണി ഗാർഡൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് ഇതാണ് നമ്മൾ മേടിച്ച ചെടികൾ. ഇത് ടോട്ടൽ 5 എണ്ണമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പൂ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മേടിച്ചതിന് ഒരു ചെടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞു കുഴി കുഴിച്ച് നമുക്കിത് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു കുഞ്ഞു കുഴി മതി ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചെടി എടുത്ത് അതിൽ വെച്ച് കൊടുക്കാമേ. യെസ്, അങ്ങനെ നമ്മളുടെ ചെടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ പൂ? ഗൈസ് ഇതാണ് എൻ്റെ പെറ്റൂണിയ പ്ലാന്റ്. അങ്ങനെ ഞാനത് നട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇവിടെയൊക്കെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പൂത്തൊലഞ്ഞ് കിടക്കുന്നത് കാണാം. ഇത് കൂടുതലും പിടിക്കുന്നത് തണുപ്പ് സമയത്താണ് ഈ പെറ്റൂണിയ ചെടി പിടിക്കുന്നത്. അതിൻ്റെ സെയിം ടൈപ്പാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത്. നമുക്കിത് ഫുള്ളും വെക്കണം. ഇപ്പം ഞാൻ 5 എണ്ണത്തിൽ 1 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് 4 എണ്ണം കൂടി ഉണ്ട്. അപ്പം ഗൈസ് ഇതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാമേ. ഗൈസ് അങ്ങനെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ചടപടയെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നട്ട് വെച്ചു ഗൈസ്. അങ്ങനെ നമ്മളെ കോവയ്ക്ക തൈയും നമ്മളെ പെറ്റൂണിയ പ്ലാന്റും അങ്ങനെ നട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമുക്കിത് പ്ലേസ് ചെയ്യാം. നമ്മളെ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് തിരിച്ച്. ഗൈസ് നമ്മളങ്ങനെ ഇപ്പം റെഡിയായി. നമ്മളങ്ങനെ നട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ തണുപ്പായതുകൊണ്ട് പെറ്റൂണിക്ക് കുറേ വെള്ളമൊന്നും വേണ്ട. അപ്പം ഞാനൊരു ഗ്ലാസ്സിൽ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. അതൊക്കെ മതി നമ്മളെ പെറ്റൂണിക്ക്. അപ്പം നമുക്കതൊന്ന് ഒഴിച്ചെടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ പെറ്റൂണിയയ്ക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോവയ്ക്ക തൈക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ. കോവയ്ക്കും ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് മതി ഗൈസ്. ഇവിടെ രാത്രിയായി. അപ്പം ഇവിടെ രാത്രി ആയതുകൊണ്ട് ഇവിടെ ലൈറ്റ് കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെട്ടമില്ലാത്ത തോന്നുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ